Hi, good morning. നിഹാരിക പൊന്നമ്പത്ത് എന്താ കിടന്നുറങ്ങുകയാണോ? തലേണൊക്കെ കാണുന്നുണ്ട്. ക്യാമറ ഓൺ ആണ്. അല്ല, ക്യാമറ ഓൺ ആയിക്കോട്ടോ, ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, എങ്കിൽ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രസന്റേഷൻ കാണുന്നുണ്ട്. ഞാൻ പ്രസന്റ് ചെയ്തിരുന്നു. കാണുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 4 ക്ലാസ് ആയല്ലോ. ഇപ്പം 4 ക്ലാസ്സായി. 4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു ഹൈജൻസ് വേവ് പ്രിൻസിപ്പിൾ ഓർ ഹൈജൻസ് വേവ് തിയറി, we defined what is interference, what is constructive interference, or what is destructive interference. എങ്കിൽ എന്തുകൊണ്ടാണ് തോമസ് ഇങ്ങനെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടിയത്? അക്കോർഡിംഗ് ടു വേവ് പ്രോപ്പർട്ടീസ്, കൺസിഡറിംഗ് ലൈറ്റ് എസ് എ ട്രാൻസ്വേഴ്സ് വേവ്, വി ഡിറൈവ്ഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർഫറൻസ് പാറ്റേൺ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇന്റർഫറൻസ് പാറ്റേണിൽ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുന്നത് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്തത് എന്താ? രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലാസ്സിൽ വേവ് വെച്ച് രണ്ട് ട്രാൻസ്വേഴ്സ് വേവ് എടുത്തു. അതിനെ അഡപ്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടുന്നത് അല്ലെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുന്നത് നോക്കി. ഇന്നലെ എന്താ ചെയ്തത്? ഇന്നലെ നമ്മൾ അതിനൊരു മാത്തമാറ്റിക്കൽ അനലോഗ് അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി. അതായത് ഡിഫൈൻ ചെയ്തു. അതായത് ഒരു വേവ്, ലെറ്റ് വൺ വേവ് ബി ക്യാൻ ബി റെപ്രസെന്റ് as sin omega t because light is a transverse wave according to Christian Huygens. So we put that let one wave be a sin omega t and another wave with some phase difference epsilon as y equal to sin omega t plus epsilon. And according to superposition principle, we add up these two waves and we got to condition connecting the path difference of wave and in what is the path difference of wave is becoming when it is multiple of lambda, or when path difference equal to some n lambda we get constructive interference, and path difference equal to some multiple of some lambda by 2 we get destructive interference. അതായത് നമ്മൾ രണ്ട് തരത്തിൽ പാത്ത് ഡിഫറൻസും എപ്പോഴാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും വരുന്നതെന്ന് നമ്മൾ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്തു. ഒന്നാമത് കിട്ടിയ കണ്ടീഷൻ ഇതായിരുന്നു: പാത്ത് ഡിഫറൻസ് ലാംഡയുടെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2ന്റെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ? യു വിൽ ഗെറ്റ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. കൂടാതെ ഇന്നലെ തോന്നുന്നു കൊഹറൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊഹറൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് കൊഹറൻസ് എന്ന് പറഞ്ഞാൽ? ബിക്കോസ് രണ്ട് സോഴ്സസിൽ നിന്നുള്ള വേവ് അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത് എത്ര സോഴ്സസിൽ നിന്നുള്ള വേവ്സ് ആണെങ്കിൽ പോലും it should have same amplitude, same frequency, and it should have a constant phase difference. അത് നമ്മൾ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസും ആയിരിക്കണം. സോ വി ഡിഫൈൻ കോഹറൻസ്. ടുഡേ വി ആർ ഗോയിങ് ടു സം മോർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് 3 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്: ഫേസ് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ്. ഓക്കെ, സോ now we consider a full wave, ഒരു കംപ്ലീറ്റ് വേവിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അക്കോർഡിംഗ് ടു ഹൈജൻസ് തിയറി നമുക്ക് ലൈറ്റിനെ ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് അസ്യൂം ചെയ്യാം. ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് എങ്ങനെയാണ് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു സിനസോയിഡൽ വേവ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. കൺസിഡർ എ കംപ്ലീറ്റ് വേവ്. വരെയൊക്കെ ചെരിഞ്ഞു പോകുന്നുണ്ട്, അത് വലിയ കാര്യമാക്കണ്ട. ഓക്കെ ഓക്കെ, കൺസിഡർ എ കംപ്ലീറ്റ് വേവ്. ഒരു കംപ്ലീറ്റ് വേവ് കൺസിഡർ ചെയ്തു. അതായത് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സം എ ടു സം ബി, എ എന്ന പൊസിഷനിൽ നിന്ന് ബിയിലേക്കാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്? ബി എന്ന വേവും എ എന്ന പൊസിഷൻ ബിയിൽ നിന്നും പൊസിഷൻ എയിലേക്കുള്ള പാത്ത് ഡിഫറൻസ്
എത്രയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ദൂരം വേവ് സഞ്ചരിച്ചു? ഇറ്റ് ഈസ് ഗിവൺ ബൈ ലാംഡ. കാരണം ഒരു കംപ്ലീറ്റ് വേവ് ആണ്, ഒരു കംപ്ലീറ്റ് വേവ് ആണ് എയിൽ നിന്ന് ബിയിലേക്ക് വേവ് പ്രൊപ്പഗേഷൻ നടന്നത്. സോ വി ക്യാൻ സേ ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ് ബി ആൻഡ് എ ഈസ് path difference between point A and B is lambda. Similarly, what is the phase difference between this point A and B? Point A point B തമ്മിലുള്ള phase difference ആണ്. Okay, ഇതൊരു അനിസോയ്ഡ് വേവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആംഗിൾ ഇത് കവർ ചെയ്തു? We know that sin 0 equal to 0, then it reaches maximum value sin 1. What is sin 90? At pi by 2 it reaches 1, and at pi it again reaches 0, then back 2 pi by 3 അല്ലേ? Okay ആണെന്ന് തോന്നുന്നു. 2 pi by 3 it reaches -1 again, and at 2 pi it reaches again 0. So from A to B it covers an angle of 2 pi. അല്ലെങ്കിൽ what is the phase difference between A and B? A and B നമ്മളെ phase difference എത്രയാണ്? We know 2 pi, കാരണം 2 pi minus 0. That means the phase difference between A and B is 2 pi, and path difference between A and B is lambda. That means a lambda path difference correspond to 2 pi phase difference. Okay, now consider that we have some arbitrary point C and D. നമുക്ക് സിയും ഡി എന്ന് ആർബിട്രറി പോയിന്റ് എന്ന് വിചാരിക്കുക. Let the path difference between C and D be delta x and the corresponding phase difference be delta phi. അതായത് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിൽ രണ്ട് പോയിന്റ് എടുക്കുക, സിയും ഡിയും. എന്നിട്ട് ആ രണ്ട് സിയും ഡിയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? ആ പാത്ത് ഡിഫറൻസിനെ ഡെൽറ്റ എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ വി ക്യാൻ റൈറ്റ് ദാറ്റ് ലാംഡ ബൈ 2 പൈ, ഈ റേഷ്യോ ലാംഡ പാത്ത് ലെങ്ത് കറസ്പോണ്ട് ചെയ്യുന്ന 2 പൈ ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് ഇത് വെച്ച് നമ്മൾ പിന്നെ പറഞ്ഞു. അതായത് ഒരു വേവ് വരച്ച് നമ്മൾ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. സോ വി ക്യാൻ റൈറ്റ് ദ റേഷ്യോ ലാംഡ ബൈ 2 പൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ഫൈ. മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ദ ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ഈസ് ഗിവൺ ബൈ 2 പൈ ബൈ ലാംഡ. ഇത് മുകളിലോട്ട് കൊണ്ടുവരാം, ഇത് ഇൻവേഴ്സ് ചെയ്താൽ മതി. 2 പൈ ബൈ ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. മനസ്സിലായോ? നൗ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് സി ആൻഡ് ഡി, ഏതെങ്കിലും ആർബിട്രറി പോയിന്റ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്, വെർ ഡെൽറ്റ എക്സ് ഈസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിം പോയിന്റ്സ്. അതായത് സിയും ഡിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ആണെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ. അത് തരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2 പൈ ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. ആ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ആ സെയിം പോയിന്റ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. സോ ഇത് നിങ്ങൾ കാര്യമായിട്ട് കൂടുതലായിട്ട് പഠിക്കൊന്നും വേണ്ട, പക്ഷേ വി വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്ന് മനസ്സിലായെങ്കിൽ ഒരു സിനുസോയിഡൽ ട്രാൻസ്വേഴ്സ് വേവിനെ ജസ്റ്റ് ഒരു സിനുസോയിഡൽ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ലാംഡ പിന്നെ ലെങ്ത് പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലാംഡ മൂവ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളമാണ്, എത്ര ഓസിലേഷൻ നടന്നു? രണ്ട് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ കവർ ചെയ്തു? 2 പൈ ആംഗിൾ കവർ ചെയ്തു. അതായത് ലാംഡ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 2 പൈ ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാംഡ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 പൈ ഫേസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആണ്, അനലോഗസ് ആണ്. സോ അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു ഡെൽറ്റ എക്സും ഡെൽറ്റ ഫൈ എടുത്താൽ ഈ റേഷ്യോ സെയിം ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഫൈ 2 പൈ ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. സോ നൗ വി മൂവിങ് ടു നെക്സ്റ്റ് പാർട്ട്, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. ഓക്കെ, നമ്മളിപ്പം 2-3 ക്ലാസ് ആയിട്ട് പാത്ത് ലെങ്ത് നമ്മൾ പാത്ത് ലെങ്ത് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ പാത്ത് ലെങ്ത്? ഞാൻ ഇതുവരെ പറഞ്ഞ പാത്ത് ലെങ്ത് എല്ലാം ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത് ആണ്. ആൻഡ് ആ ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത് ഷുഡ് ബി ഈക്വൽ ടു ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് വെൻ ദി ലൈറ്റ് ഈസ് പാസിംഗ് ത്രൂ എയർ. ലൈറ്റ് എയറിലെയോ അല്ലെങ്കിൽ വാക്കത്തിലൂടെ ഒക്കെ പാസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് സെയിം ആണെന്ന് പറയും. എന്താണ് ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത്? ഞാൻ വേവ് വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പാത്ത് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫൈൻ ചെയ്തത്? ഒരു റിസീവറിലെത്താൻ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് പൊസിഷനിൽ എത്താൻ ഈ വേവിനേക്കാളും എത്രയധികം ദൂരം മറ്റൊരു വേവ്, കൺസിഡർ അനദർ വേവ്, അത് ആ വേവിന് എത്ര അധികം ദൂരം സഞ്ചരിക്കേണ്ടി വന്നു, അതിനെയാണ് ഞാൻ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞത്. അതൊരു ജിയോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ് ആയിരുന്നു. ആ സമയത്ത് അത് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റും, ബിക്കോസ് ദ ലൈറ്റ് ഈസ് മൂവിങ് ത്രൂ എയർ. എയറിലെയുള്ള പ്രൊപ്പഗേഷൻ ആണ് ഞാൻ പറഞ്ഞത്. സോ it is equal to optical. Now when light is moving through medium, ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ദ പാത്ത് ലെങ്ത് വേരീസ്. നമ്മൾ പാത്ത് ലെങ്ത്തിന്റെ ഡെഫിനിഷൻ വേരി ചെയ്യും. ആ സമയത്ത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തും ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത്തും സെയിം ആയിരിക്കൂല. ഓക്കെ, now I am defining ഒപ്റ്റിക്കൽ പാത്ത്. എന്താണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് ഡിഫൈൻ ചെയ്യാൻ പോകണം. കൺസിഡർ എ ലൈറ്റ് വേവ് ട്രാവൽസ് ത്രൂ എ മീഡിയം ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ബിറ്റ്വീൻ സം പോയിന്റ്സ് എ ആൻഡ് ബി ആൻഡ് ഡിസ്റ്റൻസ് ഡി. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള മീഡിയത്തിൽ കൂടി ഒരു ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്നു.
കൺസിഡർ അറ്റ് എ വെലോസിറ്റി വി. ഒരു വെലോസിറ്റി വിയിൽ ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ വേവ് ടു റീച്ച് ഫ്രം പൊസിഷൻ എ ടു ബി? എയിൽ നിന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഈ ലൈറ്റ് വേവ് ഈ മീഡിയത്തിൽ എടുത്ത സമയം എത്രയാണ്? വീണോ, ടൈം ഈസ് ഗിവൺ ബൈ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ബേസിക് കിനമാറ്റിക്സ് അല്ലേ. വെലോസിറ്റി ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസ് ഗിവൺ ബൈ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ദാറ്റ് ഈസ് ഈ മീഡിയത്തിൽ കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യാനെടുത്ത ഡിസ്റ്റൻസ് ഡി ആണ്. ഇഫ് വെലോസിറ്റി വി ആണ്, വി ഗെറ്റ് time needed to travel a distance d through this medium is given by d by v. ലൈറ്റിന് ഈ മീഡിയത്തിൽ കൂടി, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ളൊരു മീഡിയത്തിൽ കൂടി ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ സമയം ടി ആണെന്ന് കരുതുക. എങ്കിൽ അതേ സമയത്ത് ഇൻ ദിസ് ടൈം ടി, ആ സമയം കൊണ്ട് ലൈറ്റ് എയറിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വാക്വത്തിലായിരുന്നെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചേനെ? അതാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. ഞാൻ പച്ച മലയാളത്തിൽ പറയാൻ കാരണം ഇതിന് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എന്താണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്? ഒന്നുകൂടി പറയാം. അതായത് ഒരു മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു, ഒരു ഡിസ്റ്റൻസ് ഡി ട്രാവൽ ചെയ്യുന്നു. അതിനെടുക്കുന്ന ടൈം ടി ആണെന്ന് വിചാരിക്കുക, ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ. ആ സമയം കൊണ്ട് എയറിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വാക്വത്തിലാണെങ്കിൽ, സ്പേസിലായിരുന്നെങ്കിൽ ലൈറ്റ് എത്ര ദൂരം സഞ്ചരിച്ചേനെ? ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. ഓക്കെ, നൗ വി ഗെറ്റ് ടൈം ഹിയർ വി ഗെറ്റ്, അതായത് ഈ മീഡിയത്തിലൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂള്ള മീഡിയത്തിലൂടെ സഞ്ചരിക്കാനെടുത്ത സമയം ടി ഈക്വൽ ടു ഡി ബൈ വി എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ എയറിലായിരുന്നെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു? ഇറ്റ് ഈസ് ഗിവൺ ബൈ സം ഡി ഡാഷ് ഈസ് ഗിവൺ ബൈ what is displacement equal to? Displacement d is displacement d dash equal to velocity equal to displacement by time, then displacement equal to velocity into time, v into t. Yes, then we can note v. What is the velocity of light through air? Air light ന്റെ velocity എത്രയാണ്? c. നമുക്കറിയാം 3 into 10 raised ആണ്. So instead of putting v velocity, we put the velocity of light c into, here we have time. That means we can write it is c into d by v, or we can write c by v into d, that is equal to mu d. ഓക്കെ, എന്താ ചെയ്ത് ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ ടൈം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ കൂടി ലൈറ്റിന് ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ, വെലോസിറ്റി വിയിൽ ട്രാവൽ ചെയ്യാൻ ആവശ്യമായ സമയമാണ്. അതേ സമയം കൊണ്ട് എയറിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ട്രാവൽ ഇൻ എയർ ഈസ് ഗിവൺ ബൈ ഡി ഡാഷ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ദിസ് ടൈം ടി. Then velocity of light through air is c, so c into t, that is given by c into, substitute this expression, c into d by v. Then rearranging it, we get c by v into d. What is c by v? അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റിന്റെ വെലോസിറ്റി v ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം ഈസ് ഡിഫൈൻഡ് ആസ് മ്യൂ ഈസ് ഈക്വൽ ടു c by v. ഇത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടില്ല. റിഫ്രാക്റ്റിവിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ എയർ ആൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ദാറ്റ് മീഡിയം, mu equal to c by v. So we again substitute c by with mu, the refractive index of medium, we get mu by d. That means optical path length of a medium, optical path length of a medium is given by, അതായത് ഒരു മീഡിയത്തിൽ d distance, when light travels at d distance, what is the optical path length covered by light? Light cover ചെയ്ത optical path length എത്രയാണ്? mu d, where mu is the refractive index of that medium. So optical path length എന്ന കൺസെപ്റ്റ് മനസ്സിലായി? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വോയിസ് ഓൺ ആക്കി ഡൗട്ട് ചോദിക്കാം. Now നമ്മൾ അടുത്തൊരു ബേസിക് കാര്യത്തിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് path difference due to dissimilar reflection. Okay, എന്താണ് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിഡർ ദാറ്റ് എ എന്ന സോഴ്സിൽ നിന്ന് ഒരു ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. കൺസിഡർ ദാറ്റ് ഫ്രം എ പോയിന്റ് എ ദ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ടുവാർഡ്സ് എ ഡെൻസർ മീഡിയം. ഇതിപ്പോൾ കൺസിഡർ ദിസ് ഈസ് എയർ ഓർ എ റെയറർ മീഡിയം. എയറിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. കൺസിഡർ എ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഫ്രം എ ടു denser medium, that wave be AB,
And at position B, what happens? The wave will, some part of wave will reflect towards the rarer medium. അതായത് പൊസിഷൻ ബിയിൽ ഈ വേവിന്റെ ഒരു ഭാഗം റിഫ്ലക്ട് ചെയ്യും, ഇങ്ങോട്ട് തിരിച്ച് റെയർ മീഡിയത്തിന് റിഫ്ലക്ട് ചെയ്യും. ലെറ്റ് ദാറ്റ് വേവ് ബി ഒ സി. ആ വേവിന്റെ പേര് ഒ സി എന്ന് നമ്മളിവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ പാർട്ട് ഓഫ് ദിസ് വേവ്, എ ബി എന്ന വേവിൽ നിന്ന്, ഇൻസിഡന്റ് ചെയ്യുന്ന എ ബി എന്ന വേവിൽ നിന്ന് വൺ പാർട്ട് വിൽ ട്രാൻസ്മിറ്റ് ടു ഡെൻസർ മീഡിയം. കുറച്ച് പാർട്ട് ഡെൻസർ മീഡിയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. നമുക്കറിയാലോ, റിയൽ ലൈഫ് എക്സാമ്പിൾ, നമ്മളൊരു ഗ്ലാസ്സിൽ നമ്മുടെ വിൻഡോ ഗ്ലാസ്സിനൊക്കെ നമ്മൾ ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ, ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും, കുറച്ച് ലൈറ്റ് ഉള്ളിലേക്ക് പോകും, കുറച്ച് റിഫ്ലക്ട് ചെയ്യും. അത് നമുക്കറിയാവുന്ന കാര്യം. സോ അത്രേ ഉള്ളൂ. സോ അതായത് ഒരു ലൈറ്റ് വരുന്നു, ഡെൻസർ മീഡിയത്തിൽ തട്ടി ഒരു ഭാഗം റിഫ്ലക്ട് ചെയ്യുന്നു, കുറച്ച് ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ലെറ്റ് ദാറ്റ് വേവ് ബി സം ബി ഡി. ആൻഡ് ആഫ്റ്റർ റീച്ചിങ് ദിസ് ബൗണ്ടറി ബിറ്റ്വീൻ ഡെൻസർ മീഡിയം ആൻഡ് റെയർ മീഡിയം, ഇവിടെ ഗ്ലാസ് കഴിയുന്നു എന്ന് വിചാരിക്കുക, അത് കഴിഞ്ഞിട്ട് റെയർ മീഡിയം ആണ് അല്ലെങ്കിൽ എയർ ആണെന്ന് വിചാരിക്കുക. വാട്ട് ഹാപ്പൻസ് അറ്റ് ദിസ് ബൗണ്ടറി? Again the reflection takes place, and a reflection takes place, and let this wave be dz. ഇപ്പോൾ dz എന്ന് പറയുന്ന വേവ് റിഫ്ലക്ട് ചെയ്ത് മുകളിലോട്ട് പോകും. ഓക്കെ, നൗ വാട്ട് ഈസ്, അതാണ് ഇവിടെ ഈ ഫിഗർ ഉദ്ദേശിക്കുന്നത്. നൗ വാട്ട് ഈസ് ഡിഫൈൻഡ് as path difference due to dissimilar reflection? എന്താണ് path difference due to dissimilar reflection എന്ന് പറഞ്ഞാൽ? It means that this wave OC or BC, ഡെൻസർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന വേവ് ബി സി, ഇറ്റ് ഷുഡ് ഹാവ് ആൻ അഡീഷണൽ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ or an additional path difference of lambda by 2 when compared to this wave reflected from the rarer medium boundary. അതായത് ഡി സെഡ് എന്ന വേവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൺസിഡർ, ഈ ഡി സെഡ് എന്ന വേവും ബി സി എന്ന വേവും രണ്ടും റിഫ്ലക്ട് ചെയ്യുന്ന വേവാണ്. ഒന്ന് ഡെൻസർ മീഡിയത്തിൽ കൊളൈഡ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുന്ന വേവും, ഒന്ന് റെയർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന വേവും. ഓക്കെ, നൗ പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ സേസ് ദാറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് വേവ് ബി സി, അതായത് ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന വേവ് ബി സിക്ക് റെയർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഡി സെഡ് എന്ന വേവിനേക്കാളും ഒരു അഡീഷണൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഒരു അഡീഷണൽ ഫേസ് ഡിഫറൻസ് പൈ അഡീഷണൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഇറ്റ് ഷുഡ് ഹെൻസ് ആൻ അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഓഫ് പൈ ബൈ 2 is introduced on reflected ray BC with respect to this reflected ray DZ. DZ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് with respect to this reflected ray DZ, this ray BC, which is the ray reflected from the boundary of denser medium, should have, or there is an introduced additional phase difference of pi or additional path difference of lambda by 2. Okay, ഇത് കൂടുതൽ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട. പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ രണ്ട് തരത്തിൽ നടക്കും. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു ഡെൻസർ ആൻഡ് റെയർ മീഡിയം ബൗണ്ടറി ഉണ്ടാവും. സോ ഇവിടെ ഇനീഷ്യലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെൻസർ മീഡിയത്തിൽ തട്ടി വേവ് റിഫ്ലക്ട് ചെയ്യുന്നു. ആ വേവിനെയാണ് നമ്മൾ ബി സി എന്ന് വിളിച്ചത്. സിമിലർലി കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു തോന്നുന്നു, അഗെയിൻ റെയർ മീഡിയം ബൗണ്ടറി തട്ടി അഗെയിൻ റിഫ്ലക്ട് ചെയ്യുന്നു. വി കോൾ ദാറ്റ് വേവ് ഡി സെഡ്. ഓക്കെ, പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത ബി സി എന്ന വേവിനെ റെയർ മീഡിയത്തിൽ കൊളൈഡ് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത ഡി സെഡ് എന്ന വേവിനേക്കാളും ഒരു അഡീഷണൽ ഫേസ് ഡിഫറൻസ് പൈ ഉണ്ടാവും, അല്ലെങ്കിൽ അഡീഷണൽ പാത്ത് ഡിഫറൻസ് പൈ ബൈ 2 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. സോ പെട്ടെന്ന് വൈ എന്ന ക്വസ്റ്റിന് ഉത്തരം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫേസ് ഡിഫറൻസ് ആൻഡ് എങ്ങനെയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഇലക്ട്രോൺ അതായത് ആറ്റത്തിനുള്ളിൽ എങ്ങനെയാണ് ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ബിക്കോസ് ന്യൂക്ലിയസിനുള്ളിൽ എന്തുകൊണ്ട് ന്യൂട്രോൺ ഉണ്ടെന്നുള്ള ചോദ്യത്തെക്കാൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈ ദർ ഇസ് എ പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ. എന്തുകൊണ്ടാണ് ഈ ഒരു വേവ് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ കോംപ്ലക്സ് ആണ്. സോ അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓൺലി സ്റ്റഡി ദിസ് തിങ്. ഡെൻസർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന വേവിനെ റെയർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന വേവിനേക്കാളും ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 അല്ലെങ്കിൽ അഡീഷണൽ ഫേസ് ഡിഫറൻസ് പൈ ഉണ്ടാവും. ഓക്കെ, ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഓക്കെ, അതായത് നമ്മളൊരു മനുഷ്യൻ, വൺ മാൻ, ഒരു മനുഷ്യൻ ഒരു ചുമര് നേരെ നടന്നു വന്ന് വിചാരിക്കുക. ഓക്കെ, നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു ബാരിയർ ഉണ്ട്. ഇവിടെ ഒരു ലെറ്റ്സ് സേ ദർ ഇസ് എ ഡെൻസർ മീഡിയം ഹിയർ. എന്ത് ചെയ്യും? ഓക്കെ, വേണമെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പൊ തിരിഞ്ഞു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നേരെ തിരിഞ്ഞു നടക്കണം. ഹി വാണ്ട് ടു റൊട്ടേറ്റ്, ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം.
അതുപോലെ വിചാരിച്ചാൽ മതി. ഇതും ഈ രണ്ട് സാധനം നമ്മൾ ഒരു ബന്ധവുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കാൻ പറഞ്ഞതാണ്. അതുപോലെ വിചാരിച്ചാൽ മതി. ഡെൻസർ മീഡിയത്തിൽ എത്തുന്ന സമയത്ത്, ഡെൻസർ മീഡിയത്തിൽ തട്ടുന്ന സമയത്ത്, റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ദർ ഷുഡ് ബി എ ഫേസ് ഡിഫറൻസ് വെൻ കമ്പയർഡ് ടു ദ റിഫ്ലക്ഷൻ ഇൻ റെയറർ മീഡിയം. ഓക്കെ, അതാണ് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം 3 ബേസിക് കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം എന്താണ് പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള ബന്ധം പഠിച്ചു. രണ്ടാമത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്താണെന്ന് പഠിച്ചു. മൂന്നാമത്തെ കാര്യം പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇത് മൂന്നും പഠിച്ചത് നമ്മളൊരു മെയിൻ പോയിന്റിലേക്ക് വരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മെയിൻ ഡെറിവേഷൻ എന്ന് പറയാൻ പറ്റില്ല, മെയിൻ. അതായത് ഓക്കെ, തിൻ ഫിലിം ഇന്റർഫറൻസ് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും. തിൻ ഫിലിം ഇന്റർഫറൻസ്. നമ്മൾ സാധാരണ ഈ റോഡിലൊക്കെ മഴക്കാലത്തൊക്കെ പെട്രോളൊക്കെ ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓയിൽ വീണ് കഴിഞ്ഞാൽ എന്ത് കാണാം? നമുക്ക് കളറ് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് കളറ്, പിന്നെ ആ ഓയിലിൻ്റെ ലെയറിന് കാണാൻ പറ്റും. ഒരുപാട് കളറുകൾ, ഒരുമാതിരി മഴവില് കാണുന്ന പോലെ കളറ് കാണാൻ പറ്റും. കൂടാതെ തന്നെ ഈ സോപ്പൊക്കെ പതച്ച് കഴിയുമ്പോൾ സോപ്പ് ബബിൾസ് കണ്ടിട്ടുണ്ടല്ലേ, അതിനും നമുക്ക് കളറ് കാണാൻ പറ്റും. വൈ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് തിങ്, തിൻ ഫിലിം ഇന്റർഫറൻസ്. തിൻ ഫിലിം ഇന്റർഫറൻസ് എന്ന ഫിനോമിന കാരണമാണ് അങ്ങനെ കളറ് കാണാൻ പറ്റുന്നത്. എങ്ങനെയാണ് തിൻ ഫിലിം ഇന്റർഫറൻസ് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? എങ്ങനെയാണ് ഇന്റർഫറൻസ് പാറ്റേൺ നമ്മൾ കാണുന്നത്? ആൻഡ് വൈ വി സീ കളർ? ഓക്കെ, so we are now studying about, now analyzing thin film interference based on the things we have learned in previous classes. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ആദ്യത്തെ ക്ലാസ് മുതൽ എന്താണ് വേവ് തിയറി, ഹൈജന്റെ വേവ് തിയറി, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്, ഡിസിമിലർ വേവ് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ, ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് വി ആർ നൗ അനലൈസിങ് ഹൗ ഇന്റർഫറൻസ് ഹാപ്പൻസ് ഇൻ എ തിൻ ഫിലിം. ഒരു തിൻ ഫിലിമിൽ എങ്ങനെയാണ് ഇന്റർഫറൻസ് സംഭവിക്കാൻ നോക്കാൻ പോവാണ്. ഓക്കെ, സോ നൗ ലുക്ക് അറ്റ് ഹിയർ. ഹിയർ എ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഫ്രം ഒരു ഇൻസിഡന്റ് വേവ്, ഒരു വേവ് എ എന്ന പൊസിഷനിൽ നിന്ന് ഒരു ഇൻസിഡന്റ് വേവ് ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ടുവാർഡ്സ് എ തിൻ ഫിലിം. ഒരു തിൻ ഫിലിമിന് നേരെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. ദിസ് ഈസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ഫിലിം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ തിൻ ഫിലിമിന്റെ ക്രോസ് സെക്ഷൻ ആണ്. അതായത് തിൻ ഫിലിം ഒരു പേപ്പറിനോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറുകനെ വെട്ടിയിട്ട് നമ്മൾ പെർപെൻഡിക്കുലറി പിടിച്ച് നോക്കുന്ന പോലെയാണ്. ഓക്കെ, ഒരു ഫിലിം ഇവിടെ നിന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വി ആർ ലുക്കിംഗ് അറ്റ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് തിൻ ഫിലിം. ഇതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നൗ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ദർ ഇസ് എ വേവ് വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഫ്രം പോയിന്റ് എ ആൻഡ് നൗ ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അറ്റ് പോയിന്റ് ബി. നമ്മൾ നേരത്തെ പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ കണ്ട പോലെ തന്നെ എയിൽ നിന്നൊരു വേവ് വന്നു, ബിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്തു. ലെറ്റ് ദാറ്റ് വേവ് ബി ബി സി, അല്ലെങ്കിൽ എച്ച് സി എന്ന് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ വൺ ഓഫ് ദി പാർട്ട് ഓഫ് ദിസ് വേവ് ഈസ് ട്രാൻസ്മിറ്റഡ് ടുവാർഡ്സ് ഇൻസൈഡ് ഓഫ് ഫിലിം, അല്ലെങ്കിൽ റെയറർ മീഡിയം എന്ന് പറയാം. ഫിലിമിന് എയറിനേക്കാളും ഡെൻസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് എ ഡെൻസർ മീഡിയം. സോ ദി വേവ്, വൺ ഓഫ് ദി പാർട്ട് ഓഫ് ദി വേവ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻസൈഡ് ബൈ ക്രിയേറ്റിംഗ് എ റിഫ്രാക്റ്റീവ് ആംഗിൾ. എന്താണ് റിഫ്രാക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പ്ലസ് ടു പഠിച്ച കാര്യമാണ്. അതായത് വേവ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതേ ആംഗിളിൽ തന്നെ ആയിരിക്കുമല്ലോ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയിട്ട് മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുക. ഇറ്റ് വിൽ ബെൻഡ് ഇൻസൈഡ്, കുറച്ച് ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും. ആൻഡ് ആംഗിൾ മേക്കിംഗ് വിത്ത് നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതറിയുന്ന കാര്യമല്ലേ? ഓക്കെ, മേക്കിംഗ് എ റിഫ്രാക്റ്റീവ് ആംഗിൾ ആൻഡ് അഗെയിൻ ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അറ്റ് ദി ബൗണ്ടറി ഓഫ് ഫിലിം എയർ. ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അറ്റ് ദി ബോട്ടം ബൗണ്ടറി. അതായത് ഫിലിമിന്റെയും എയറിന്റെയും ബൗണ്ടറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെയർ മീഡിയത്തിന് ഡെൻസർ മീഡിയത്തിനും ഉണ്ടാക്കുന്ന ഒരു ബൗണ്ടറി. അഗെയിൻ ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് കെയിം ബാക്ക് ദിസ് ബൗണ്ടറി ആൻഡ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ ബാക്ക്. എയറിലേക്ക് തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും. ഏത്? ദിസ് വേവ് ഇ എഫ്. ആൻഡ് ദിസ് വേവ് ബി സി ഓർ എച്ച് സി ആൻഡ് ഇ എഫ് വിൽ ഇന്റർഫിയർ ഈച്ച് അതർ. ഈ രണ്ട് വേവും, അതായത് ബി സി എന്ന വേവും ഇ എഫ് എന്ന വേവും ഇന്റർഫിയർ ചെയ്തിട്ട്, ഇഫ് വാട്ട് ഹാപ്പൻസ് ഇഫ് ദിസ് വേവ്, രണ്ട് വേവ് ആഡപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? either we will get a dark fringe or bright fringe. നമുക്ക് ഒന്നെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടന്നിട്ട് ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടും, അല്ലെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടും. സോ വി വിൽ ഗെറ്റ് എ ഡാർക്ക് ഫ്രിഞ്ച്. ദാറ്റ് മീൻസ് based on this value of thickness t,
തിക്നെസ്, ഈ ഫിലിമിന്റെ തിക്നെസ് ടി എന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് ദിസ് ആംഗിൾ ഐ വി ഗെറ്റ് ഇന്റർഫറൻസ് പാറ്റേൺ ഹിയർ ഇൻ ദ ടോപ്പ് പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഓക്കെ, ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മലയാളത്തിൽ പറയാം. അതായത് എ എന്ന പൊസിഷനിൽ നിന്ന് ഒരു വേവ് വരുന്നു, ഈ ഫിലിമിന്റെ ബൗണ്ടറി ബിയിൽ തട്ടി വൺ ഓഫ് ദി വേവിന്റെ ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്നു, ആ പാർട്ടിനെ നമുക്ക് ബി സി എന്ന് വിളിക്കാം. വൺ ഓഫ് ദി ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, എഗെയിൻ എയർ ഫിലിം ബൗണ്ടറി തട്ടി റിഫ്ലക്ട് ചെയ്തു, ബാക്ക് റിഫ്ലക്ഷൻ നടന്നു, അടിയിൽ ബോട്ടം പാർട്ടിൽ റിഫ്ലക്ഷൻ നടന്നു, വീണ്ടും എയറിലേക്ക് തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഈ രണ്ട് വേവും, അതായത് ഇ എഫ് എന്ന വേവും ബി സി എന്ന വേവും ആഡപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ ആംഗിളൊക്കെ, ഈ പറയുന്ന ആംഗിളോ ആറൊക്കെ വളരെ ചെറുതാണ്. സോ ഇത് ആഡപ്പ് ചെയ്ത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ ഈ രണ്ട് വേവും ആഡപ്പ് ചെയ്ത് വി ഗെറ്റ് ഇന്റർഫറൻസ് പാറ്റേൺ. സോ ഇതുപോലത്തെ ഒരുപാട് വേവ് വരുന്നുണ്ട്. നമ്മളിപ്പോ ജസ്റ്റ് ഒരു വേവിന്റെ കാര്യമാണ് എടുത്തത്. ഇതുപോലത്തെ ഒരുപാട് വേവുകൾ വരുന്നുണ്ട്. ആ വേവ് എല്ലാം ഇതുപോലെ റിഫ്ലക്ട് ആൻഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് വി വിൽ ഗെറ്റ് ആൻ ഇന്റർഫറൻസ് പാറ്റേൺ ഇൻ ദ ടോപ്പ് ഓഫ് ദിസ് ഫിലിം. Now we are now analyzing how this thickness T of the film is dependent on what is the ഇന്റർഫറൻസ് പാറ്റേണിന്റെ പ്രോപ്പർട്ടീസിനോട് ഈ ഫിലിമിന്റെ തിക്നെസ് ടിയും ഇൻസിഡന്റ് ആംഗിൾ ഐ ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫിലിമിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയാൻ വേണ്ടി നൗ വി ആർ അനലൈസിംഗ് ദ ജോമെട്രി. നമ്മളിവിടെ ഒരുപാട് ട്രയാങ്കിൾ ഒക്കെ വരച്ച് കാണുന്നുണ്ടല്ലോ. സോ നൗ വി ആർ അനലൈസിംഗ് ദ ജോമെട്രി ഓഫ് ദിസ് ഫിഗർ, അല്ലെങ്കിൽ തിൻ ഫിലിം ഇന്റർഫറൻസ് സെറ്റപ്പ്. ഓക്കെ, നൗ ദി ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ദിസ് ടു വേവ്സ്. നമ്മൾ പറയുന്നത് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്ന രണ്ട് വേവ്, ഒന്ന് ഈ സിയിൽ അവസാനിക്കുന്ന വേവും, ഒന്ന് എഫിൽ അവസാനിക്കുന്ന വേവും. ഈ രണ്ട് വേവും തമ്മിലുള്ള വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്? എങ്ങനെയാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ചെയ്തത്? പാത്ത് ഡിഫറൻസ് when it is the multiple of lambda or when it is multiple of lambda by 2 ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത്. സോ വി ആർ നൗ, അപ്പോൾ നമുക്കറിയണം അവസാനം ആഡപ്പ് ചെയ്യുന്ന വേവ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണെന്ന്. അത് വെച്ചിട്ടാണ് നമ്മൾ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ ഡാർക്ക് ഫ്രിഞ്ച് ആണോ എന്ന് അറിയുന്നത്. സോ നൗ വി ആർ ചെക്കിംഗ് വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ് എച്ച് സി ആൻഡ് ഇ എഫ്. ഇ എഫും എച്ച് സി നമ്മൾ, അല്ലെങ്കിൽ ഈ റിഫ്ലക്റ്റഡ് വേവും ബി എന്ന പൊസിഷനിൽ ഈ റെയർ ഫിലിം ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത വേവും ട്രാൻസ്മിറ്റ് ചെയ്ത് ഉള്ളിൽ കയറി തിരിച്ചു വന്ന വേവും തമ്മിലുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് അറിയണം. സോ we get optical path difference of this wave is given by BD plus DE in film minus BH in air. Okay, അതായത് ബി എന്ന പൊസിഷൻ വരെ ഇത് ഒരേ ദൂരമാണ് സഞ്ചരിച്ചത്. സിമിലർലി ഈ എച്ച്, ഇവിടെ ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞല്ലോ, ആ ലൈൻ കഴിഞ്ഞിട്ടും ഈ രണ്ട് വേവും ഒരേ ദൂരമാണ് സഞ്ചരിച്ചത്. സോ അത് കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് ആണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൽ നമ്മൾ കണക്കൂട്ടേണ്ട ആവശ്യമുള്ളൂ. സോ നൗ ദി ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഇസ് ഗിവൺ ബൈ ബി ഡി പ്ലസ് ഡി ഇൻ ഫിലിം മൈനസ് ബി എച്ച് ഇൻ എയർ. അതായത് എത്രത്തോളം അധിക ദൂരം ഇത് സഞ്ചരിച്ചു? ബി ഡി പ്ലസ് ഡി, എൻ്റെ ഈ പോയിന്റർ പോകുന്നതാണ്, ബി ഡി പ്ലസ് ഡി ഫിലിമിൽ സഞ്ചരിച്ചു. ഇത് ഈ വേവ് സഞ്ചരിച്ച ദൂരം ഇവിടം വരെ. സിമിലർലി ഈ ബി എച്ച് എന്ന ദൂരം നമ്മളെ ഫസ്റ്റ് വേവ് എയറിൽ സഞ്ചരിച്ചു. ഓക്കെ, നൗ ഇറ്റ് ഇസ് ഗിവൺ ബൈ BD, so we can write the optical path difference is given by BD plus D into mu minus BH. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു മ്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ്? ബിക്കോസ് വി ആർ കാൽക്കുലേറ്റിംഗ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന സാധനം ഡിഫൈൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബിക്കോസ് ദ ലൈറ്റ് വേവ് ട്രാവൽസ് ത്രൂ എ മീഡിയം, എയറിലെ അല്ല ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്നത് കുറച്ച് സമയത്തേക്കെങ്കിലും. സോ വി വാണ്ട് ടു കൺസിഡർ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. സോ based on optical path difference, at last we are going to say what is whether it is constructive or destructive interference. So for determining optical path difference, we get BD plus D into mu minus BH into refractive index of that medium. But here it is air, refractive index of air is 1, so we get BH only. അതായത് ഡി, ഒരു മീഡിയത്തിലെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ലൈറ്റിന്റെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മ്യൂ ഡി ആണെങ്കിൽ ബി ഡി പ്ലസ് ഡി ഡിസ്റ്റൻസ് ഫിലിമിലെ ട്രാവൽ ചെയ്യുന്നു, ഫിലിമിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണല്ലോ. ദെൻ ദി ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഇസ് ഗിവൺ ബൈ ബി ഡി പ്ലസ് ഡി ഇൻറ്റു മ്യൂ ആൻഡ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഇസ് ഗിവൺ ബൈ ബി ഡി പ്ലസ് ഡി ഇൻറ്റു മ്യൂ മൈനസ് ബി എച്ച്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഡി ഇൻറ്റു മ്യൂ. ഓക്കെ, okay, OPD, optical path difference equal to BD plus D into mu minus BH. Now we are going to analyzing different right angle triangles here. Okay,
വി നോ ദാറ്റ് ദിസ് ബി ഡി ഈസ് ഈക്വൽ ടു ഡി. ഈ ബി ഡി എന്ന ലെങ്ത്തും ഡി എന്ന ലെങ്ത്തും സെയിം ആണെന്ന് അറിയാം. വൈ? വൺ തിങ് ഈസ് BD is equal to D. Why? Because cos R is equal to cos, no, these two angles are these two angles. That means BDG and GD is angle are same. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇതൊക്കെ നമ്മൾ ഹൈസ്കൂൾ ജിയോമെട്രിയിൽ പഠിക്കുന്നതാണ്. ഇത് റിഫ്രാക്റ്റീവ് ആംഗിൾ ആണ്, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. സോ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ഈസ് അൾട്ടർനേറ്റ് ആംഗിൾ. സോ ഇത് സെയിം ആയിരിക്കും. കൂടാതെ ഇവിടെ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ഈ എയർ ബൗണ്ടറിയിൽ, എൻ്റെ ആരോ മാർക്ക് പോകുന്ന ബൗണ്ടറി റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ? നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. ലോ ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കണം. അത് പഠിച്ചിട്ടില്ലേ? അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് മീൻസ് ദീസ് ടു ആംഗിൾസ് ആർ സെയിം. If these two angles are same, these two are similar triangles. അല്ലെ, ഇത് രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാൻ പറ്റും. So we can say that BD is equal to DE. Okay. If BD is equal to DE, this BD plus DE become, അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന്റെ എക്സ്പ്രഷനിലെ BD plus DE become ടു BD. Okay, കാരണം BD യും DE ഈക്വൽ ആണ്. സോ BD plus DE is equal to BD plus BD, that is equal to 2BD. Now consider this triangle. Consider this triangle. Our triangle BGD. Now consider triangle BGD. In triangle BGD, BGD in the triangle kandalo. B. Here we have point G and here we have point D. Now in triangle BGD, cos R is defined as cos R is equal to adjacent side by hypotenuse. Okay, അതായത് ഈ ആംഗിൾ ഉണ്ടോ, ഞാൻ പോയിന്റർ മാർക്ക് ചെയ്യുന്ന ആംഗിൾ R is given by adjacent. Cos എങ്ങനെ ഡിഫൈൻ? Cos is defined as adjacent side by hypotenuse. Here adjacent side is DG. Adjacent side is DG divided by hypotenuse. Hypotenuse is given by BD. Okay. Now look, what is DG? ഈ DG എന്ന് പറയുന്ന ലെങ്ത് എന്താണ്? ഇറ്റ് ഈസ് സെയിം ആസ് ദ തിക്നെസ് ഓഫ് ഫിലിം. ഫിലിമിന്റെ തിക്നെസ്സിന് സെയിം ആണ് DG എന്ന് പറയുന്ന ലെങ്ത്. ഇതിനാണ്, കാരണം ഇത് രണ്ടെല്ലാം പാരലൽ ലൈൻസ് ആണല്ലോ. സോ DG is equal to T. So we can write cos R is equal to T by BD, or BD is equal to, ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എന്താ? BD is equal to T by cos R. T by cos R എന്ന് എഴുതാൻ പറ്റില്ലേ? Now BD plus DE is equal to 2BD. That means BD plus DE is equal to 2T cos R. കാരണം 2BD എന്ന് പറഞ്ഞാൽ BD 2 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ we get 2T cos R. ഓക്കെ. സോ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ലെറ്റ് സ്ട്രൈക്ക് റൈറ്റ് ആംഗിൾ, ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടല്ലോ, BGD എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു. എന്നിട്ട് cos R ഡിഫൈൻ ചെയ്തു. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് കോസ് ഡിഫൈൻ ചെയ്യുക. ദാറ്റ് ഗിവ്സ് DG എന്ന് പറയുന്ന ടിക്ക് സെയിം ആണ്, തിക്നെസ് ഓഫ് ഫിലിം ആണ്. സോ വി ഗെറ്റ് T by BD. അതിൽ നിന്ന് BD, വാട്ട് ഇസ് ദ ലെങ്ത് BD എന്ന് ഈക്വേഷൻ നമുക്ക് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. സോ വി ഗെറ്റ് BD is equal to T by cos R. ദാറ്റ് മീൻസ് BD plus DE is equal to, നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 into BD ആണ്. 2 into BD എന്ന് പറഞ്ഞാൽ BDയുടെ എക്സ്പ്രഷനിൽ നമ്മൾ 2 into ചെയ്യുക. ദാറ്റ് മീൻസ് BD plus DE is equal to 2T by cos R. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഒരു എക്സ്പ്രഷൻ BD plus DEക്ക് ബേസ്ഡ് ഓൺ തിക്നെസ് ടിയുടെയും ആംഗിൾ ആറിന്റെ ഒക്കെ ഡിപ്പെൻഡൻസി ഉള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ. അപ്പൊ ഇന്ന് ഇത്രയും മതി, ഇത്രയും കാര്യം പറഞ്ഞാൽ മതി. കാരണം നമുക്ക് എന്തായാലും ഈ ഡെറിവേഷൻ തീരൂല, കുറച്ചും കൂടി ചെയ്യാനുണ്ട്. സോ ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങള് ആദ്യം എന്താണ് ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ഇസ് ഗിവൺ ബൈ 2π by lambda into delta x. അത് കഴിഞ്ഞിട്ട് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഡിഫൈൻ ചെയ്തു. അതായത് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ലൈറ്റ് D ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് μD ആയിരിക്കും.
അല്ലെങ്കിൽ d ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ലൈറ്റ് എടുത്ത സമയം t ആണെങ്കിൽ അതേ സമയം കൊണ്ട് എയറിൽ എത്രത്തോളം ദൂരം ലൈറ്റ് സഞ്ചരിച്ചിട്ടുണ്ടാവും. അതാണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. കൂടാതെ പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ. ഒരു ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേവിന് an additional path difference പൈ ഓർ അഡീഷണൽ പാത്ത് ഡിഫറൻസ് λ/2 അല്ലെങ്കിൽ അഡീഷണൽ ഫേസ് ഡിഫറൻസ് പൈ ഉണ്ടാവും. അവസാനം നമ്മൾ തിൻ ഫിലിം ഇന്റർഫറൻസ് ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് തിൻ ഫിലിം ഇന്റർഫറൻസ് എടുക്കുന്നത്? Interference happens when the waves reflecting from the denser medium or the film or the waves reflecting from the bottom part of the film interfere each other and gives interference pattern in the top of film. ഓക്കെ, അത് നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തുകൊണ്ട് വരുന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ 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 അപ്പോൾ ടൈം 16 സോ ഞാൻ അറ്റൻഡൻസ് വിളിക്കാം. അഭിനന്ദ് സി പ്രസന്റ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അറ്റൻഡൻസ് അല്ലല്ലോ വിളിക്കാം, നിങ്ങൾ നമ്പർ പറഞ്ഞു. സോറി, ഞാൻ ഈസിക്കാണ് അറ്റൻഡൻസ് വിളിക്കാറ്. ഓക്കെ, നമ്പർ പറഞ്ഞു. 2 മുതൽ പറഞ്ഞോ. 2 3 4 5 6 7 8 9 10 12 13 14 15 16 17 19 20 21 22 23 24 25 26 27 28 ഇല്ല. 28 Sir, 28. ഓക്കെ, പറഞ്ഞോളൂ. 29 30 31 32. 33 34 35 36 37 38 ഇല്ല. 39 38 40 41. 42 43 44 45 46. 47 47 48 49. 50 51 51 53 54 55 56 67 58 59 60 61 62 63 58 ഇല്ല. സർ 38 ഉണ്ട്. 58%. ഓക്കെ ഓക്കെ ഓക്കെ
അപ്പം ആരും അബ്സെന്റ് ഇല്ല, എല്ലാവരും പ്രസന്റ് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ബൈ. താങ്ക് യു.